ഇന്ത്യയിലും കേരളത്തിലും സ്വർണ്ണവില എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്നും എന്തുകൊണ്ടാണ് വില ഇങ്ങനെ കുതിച്ചുയരുന്നത് എന്നും ലളിതമായി പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ സ്വർണ്ണവില സർക്കാരോ റിസർവ് ബാങ്കോ നേരിട്ട് നിശ്ചയിക്കുന്ന ഒന്നല്ല. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ ചില സംഘടനകളാണ് ദിവസേനയുള്ള വില ഇവിടെ തീരുമാനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി ഇന്റർനാഷണൽ മാർക്കറ്റ് ആഗോളതലത്തിൽ സ്വർണ്ണത്തിന്റെ വിപണന വിലയും സ്പോട്ട് പ്രൈസ് ലണ്ടൻ ബുള്ളലിയൻ മാർക്കറ്റ് അസോസിയേഷന്റെ LBMA വിലയുമാണ് അടിസ്ഥാനം. ഇന്ത്യയിലെ വില തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യൻ ബുള്ളലിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ IBJA ആണ്. അവർ രാജ്യത്തെ പ്രധാന സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് വിലവിവരങ്ങൾ ശേഖരിച്ച് കസ്റ്റംസ് ഡ്യൂട്ടിയും നികുതികളും കണക്കാക്കി ഒരു ശരാശരി വില പുറത്തുവിടും. കൂടാതെ MCX ഓഫ് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് വഴി നടക്കുന്ന സ്വർണ്ണ വ്യാപാരവും വിലയെ സ്വാധീനിക്കുന്നു. കേരളത്തിൽ AKG SMA കേരളത്തിലെ ജ്വല്ലറികളിൽ നമ്മൾ കാണുന്ന വില നിശ്ചയിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ AKG SMA ആണ്. അന്താരാഷ്ട്ര വില, രൂപയുടെ മൂല്യം, ബാങ്ക് ചാർജുകൾ, മറ്റ് സംസ്ഥാന നികുതികൾ എന്നിവ കണക്കിലെടുത്ത് എല്ലാ ദിവസവും രാവിലെ അവർ കേരളത്തിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നു. സ്വർണം കേവലം ഒരു ആഭരണം മാത്രമല്ല, ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം കൂടിയാണ്. വില ഇത്രയധികം കൂടാൻ പ്രധാനമായും താഴെ പറയുന്ന ആഗോള പ്രാദേശിക കാരണങ്ങളാണുള്ളത്. 1. യുദ്ധങ്ങളും ആഗോള അസ്ഥിരതയും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ്. ലോകത്ത് എവിടെയെങ്കിലും യുദ്ധസാഹചര്യങ്ങളോ, ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ, രാഷ്ട്രീയ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഓഹരി വിപണികൾ തകരും. ആ സമയത്ത് വൻകിട നിക്ഷേപകർ തങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ സ്വർണം വാരിക്കൂട്ടും. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായും വിലയും ഉയരും. 2. കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ സെൻട്രൽ ബാങ്ക് ബൈയിങ്. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് RBI ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ ഡോളറിന്മേലുള്ള ആശ്രയം കുറയ്ക്കാനായി വൻതോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുന്നുണ്ട്. വലിയ അളവിൽ സ്വർണം വിപണിയിൽ നിന്ന് മാറുമ്പോൾ വില കുത്തനെ ഉയരുന്നു. 3. ഡോളറിന്റെ മൂല്യവും രൂപയുടെ ഇടിവും. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം വാങ്ങുന്നത് US ഡോളറിലാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഇന്ത്യക്ക് സ്വർണം ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ പണം ചിലവാക്കേണ്ടി വരുന്നു. ഇത് നാട്ടിലെ സ്വർണ്ണവില വർദ്ധിപ്പിക്കും. 4. പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ. സാധനങ്ങളുടെ വിലക്കയറ്റമുണ്ടാകുമ്പോൾ പണത്തിന്റെ മൂല്യം കുറയും. എന്നാൽ സ്വർണത്തിന്റെ മൂല്യം എപ്പോഴും നിലനിൽക്കും. അതിനാൽ പണപ്പെരുപ്പത്തിൽ നിന്ന് രക്ഷ നേടാൻ ആളുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. 5. നികുതി വർധനവ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇന്ത്യയിൽ ആവശ്യമുള്ള സ്വർണത്തിന്റെ ഭൂരിഭാഗവും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യത്തിനകത്ത് സ്വർണ്ണവില പെട്ടെന്ന് കൂടും. ചുരുക്കത്തിൽ, ലോകത്ത് അനിശ്ചിതാവസ്ഥ കൂടുന്തോറും സ്വർണത്തിന്റെ തിളക്കവും വിലയും കൂടിക്കൊണ്ടേയിരിക്കും. സുരക്ഷിതമായൊരു സമ്പാദ്യം എന്ന നിലയിൽ സ്വർണത്തിന് ലോകത്തുള്ള സ്വീകാര്യതയാണ് ഈ വിലക്കയറ്റത്തിന് പിന്നിൽ.